ഗുഡ് മോർണിംഗ്. അപ്പോൾ തുടങ്ങിയാലോ നമുക്ക്? കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം ആസ് യൂഷ്വൽ അരി എടുത്ത് കുക്കറിലിടുന്നു. അതിനുശേഷം മീൻ കറി ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കിയെടുത്തു. കൊണ്ടുപോകാനായിട്ട് കുറച്ച് വാള എടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചു. കല്യാണിക്ക് ഒരു കുട്ടി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി എടുത്ത് സോക്ക് ചെയ്യാനായിട്ട് ഇട്ടു. അതിനുശേഷം മുട്ടക്കറിക്ക് വേണ്ടി കുറച്ച് മുട്ട എടുത്തൊരു കൊച്ചു കുക്കറിൽ അതും വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്. അപ്പത്തിൻ്റെ മാവൊക്കെ കലക്കിയെടുത്തു. കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ചിൽ നിന്ന് ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ഈ വെജിറ്റബിൾ കട്ടറിലിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. കാര്യം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ ചിക്കന് നമ്മൾ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് അടച്ചു വെച്ച് ഒരൊറ്റ വിസിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. സവാളയൊക്കെ അങ്ങനെ തന്നെ കിടന്ന കല്യാണി കഴിക്കില്ല. സോ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലെടുത്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് വെന്ത ചിക്കൻ വെച്ച് ഒന്നുകൂടൊന്ന് വറ്റിച്ചെടുക്കും. ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാലല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താലേ കല്യാണി കഴിക്കുള്ളൂ. പിന്നെ നമുക്ക് മുട്ടയൊക്കെ പുഴുങ്ങി വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പൊളിച്ച് വെച്ചതിന് ശേഷം അതിനുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായി വഴറ്റും. പൊടിയൊക്കെ ഇട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. തേങ്ങാപ്പാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അതിനുശേഷം മുട്ടയിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. കഴിഞ്ഞു മുട്ടക്കറി. അപ്പോഴേക്കും കല്യാണിക്കുള്ള തട്ടിക്കൂട്ട് ബിരിയാണിയുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്. കല്യാണം ഉറക്കം എഴുന്നേറ്റ് വന്ന് നോട്ട്സൊക്കെ എടുത്ത് ബാഗിൽ വെക്കുകയാണ്. ആ സമയത്തൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പോയതാണ്. അതെല്ലാം ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് ചായ ഇട്ടു. കല്യാണിക്ക് കഴിക്കാൻ ഒരു അപ്പം ഉണ്ടാക്കി. അതിനുശേഷം അവളെ കുളിപ്പിച്ച് റെഡിയാക്കി അവൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. കൊണ്ടുപോകാനുള്ള ആ റൈസൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തു. കൊണ്ടുപോകാൻ ബ്രേക്ക്ഫാസ്റ്റിന് റോസ്റ്റഡ് ബ്രെഡും ഡേറ്റ്സും ആയിരുന്നു. അതൊന്നും വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കല്യാണി സ്കൂളിൽ പോയതിന് ശേഷം തിരിച്ചു വന്ന് ഞാൻ ആ തോരനൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള 2-3 മീൻ എടുത്ത് ഫ്രൈ ചെയ്തെടുത്തു. നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള അപ്പം ചുട്ടെടുത്തു. ഏകദേശമുള്ള എൻ്റെ പണികൾക്കൊക്കെ അവസാനമായിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ എൻ്റെ ലഞ്ച് പാക്കിംഗ് ആണ്. ചോറ് വെച്ചു. പിന്നെ രാവിലെ ഉണ്ടാക്കിയ നല്ല ചൂട് ബീട്രൂട്ട് തോരൻ കുറച്ചധികം തന്നെ അങ്ങ് വെച്ചു. കുറച്ച് മീൻ ഫ്രൈയും അതുപോലെ കുറച്ച് അച്ചാറും, അത്രയും. പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങി. ഓഫീസിൽ ചെന്ന ഉടനെ രാവിലെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.